السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلوات ربي وسلامه على من أرسل رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, സെപ്റ്റംബർ മാസം 26-ാം തീയതി തുഅല്ലിമുനൽ ഹയാ, ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന ശ്രദ്ധേയമായ പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹു നൽകിയിരിക്കുന്ന അതിമഹത്തരവും അത്യുന്നതവുമായ അനുഗ്രഹമാണ് ജീവിതം. അത് നൽകിയ അള്ളാഹുവിനോട് കടപ്പാടുള്ളവരായിരിക്കാൻ ജീവിതം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതം ഗുണപാഠ സമ്പന്നമാക്കി. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ആ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനാകും. വിശുദ്ധ ഖുർആൻ മറ്റു സമൂഹങ്ങളുടെ, മറ്റു ജനങ്ങളുടെ അനുഭവങ്ങൾ ധാരാളമായി ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാനാവും. ആ ഗുണപാഠങ്ങൾ നാം ഉൾക്കൊണ്ട് അതുവഴി നമ്മുടെ കാഴ്ചപ്പാടിന് വെളിച്ചമുണ്ടാകുവാനും ഹൃദയത്തിന് ജീവൻ കൈവരുവാനുമാണ് ഖുർആൻ ഇങ്ങനെ ചെയ്യുന്നത്. ജീവിതത്തിൽ നിന്ന് വിശ്വാസ സംബന്ധമായ ഒരുപാട് പാഠങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ജീവിത സിദ്ധികളും നാം പഠിക്കുന്നുണ്ട്. ഏതൊരാൾ ആ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുവോ അവൻ പ്രശംസിക്കപ്പെടും. അത്തരം ആളുകളുടെ സ്മരണ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുകയും അള്ളാഹു അവന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. ഇനി നാം ജീവിതത്തിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അള്ളാഹുവിലുള്ള വിശ്വാസം കരുത്തുറ്റ കോട്ടയും ഉന്നതമായ അഭയസ്ഥാനവുമാണ് എന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ തണൽ തേടുന്നവന് ഹൃദയത്തിന് സമാധാനമുണ്ടാകും, നല്ല ഇച്ഛാശക്തിയുണ്ടാവും, അവൻ്റെ ജീവിതം സന്തോഷപൂർണമായിരിക്കും. അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ഏതൊരാൾ വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവനു നാം മെച്ചപ്പെട്ട ജീവിതം നൽകുക തന്നെ ചെയ്യും. ഭൗതിക ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ വിശ്വാസത്തിൻ്റെ കപ്പലിൽ അഭയം തേടിയ എത്രയെത്ര ആളുകളാണ് സത്യസന്ധമായ വിശ്വാസത്തിലൂടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറിയത്, പരീക്ഷണങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളിലേക്ക് വഴി കണ്ടെത്തിയത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലുള്ള വിശ്വാസം എപ്പോഴും നാം കൂടെ കരുതുക. പ്രതിസന്ധികളിൽ വിശ്വാസം നമ്മുടെ അഭയമാക്കുക. മാത്രമല്ല, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, ദിക്റുല്ലാഹ് എപ്പോഴും നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അള്ളാഹുവിനെ സ്മരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് സംസ്കരണം നൽകും, ഹൃദയത്തിന് ജീവൻ പകരും. അള്ളാഹു ഓർമ്മപ്പെടുത്തി, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ സ്മരിക്കുക വഴി ഹൃദയങ്ങൾ സമാധാനം വരിക്കും. നാം അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമേകും, ആത്മാവിന് ആനന്ദം പകരും. അള്ളാഹുവിനെ നാം സ്മരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഞെരുങ്ങിപ്പോവും, ജീവിതം പ്രതിസന്ധികളാൽ രൂക്ഷമാവും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. എൻ്റെ സ്മരണയെ അവഗണിക്കുന്നവന് ഈ ലോകത്തു തന്നെ ഇടുങ്ങിയ ജീവിതമാണുണ്ടാവുക. അതുകൊണ്ട് നാം നമ്മുടെ സമയങ്ങളെ അള്ളാഹുവിലുള്ള സ്മരണ കൊണ്ട് നിറയ്ക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി നാം ദിക്റുകളെ മാറ്റുക.
ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം പ്രാർത്ഥന പ്രതീക്ഷയുടെ കവാടമാണ്, പരീക്ഷണ ഘട്ടങ്ങളിൽ ഹൃദയത്തിൻ്റെ സമാധാനമാണ് എന്നതാണ്. പൊട്ടിത്തകർന്ന എത്ര ഹൃദയങ്ങളെയാണ് പ്രാർത്ഥന പരിഹരിച്ചത്. എത്രയെത്ര രോഗികൾക്കാണ് പ്രാർത്ഥനയിലൂടെ ശമനം നേടാനായത്. ആകുലതകളിലും മനോവ്യഥകളിലും അകപ്പെട്ടുപോയ എത്ര ആളുകൾക്കാണ് അല്ലാഹു പ്രാർത്ഥനയിലൂടെ വെളിച്ചം നൽകിയത്. അതുകൊണ്ട് നാം പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിൽ അഭയം കണ്ടെത്തുക. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ലജ്ജയുള്ളവനാണ്, അത്യുദാരനാണ്. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഒരടിമ അല്ലാഹുവിലേക്കു കൈകളുയർത്തി വല്ലതും ചോദിച്ചാൽ അവനെ നിരാശനാക്കി മടക്കുന്നത്, വെറും കൈയോടെ തിരിച്ചയക്കുന്നത് അല്ലാഹുവിന് നാണമാണ്. സത്യവിശ്വാസികളെ, ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം റിസ്ക്, നമ്മുടെ ജീവിതമാർഗം അല്ലാഹുവിൻ്റെ കൈകളിലാണ്. അവനു മാത്രം അറിയുന്ന അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവനത് വീതം വെക്കുകയും അവൻ്റെ കാരുണ്യം കൊണ്ട് ആ റിസ്കിൻ്റെ മാർഗങ്ങളെ അവൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അന്നം നൽകുന്നവൻ അല്ലാഹുവാണ്, അവൻ അതിശക്തനും കരുത്തനുമാണ്. അതുകൊണ്ട് അല്ലാഹു വീതിച്ചു നൽകിയതിൽ നാം സംതൃപ്തരാവുക, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാവുക, നഷ്ടപ്പെട്ടതിനെയോർത്ത് അസ്വസ്ഥതപ്പെടാതിരിക്കുക, കിട്ടിയതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം അല്ലാഹു നമുക്ക് വിധിച്ചയൊന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. അല്ലാഹു നമുക്ക് വിധിച്ചിട്ടില്ലാത്ത ഒന്ന് ഒരിക്കലും നാം നേടുകയുമില്ല. സത്യസന്ധത എപ്പോഴും രക്ഷയായിരിക്കുമെന്ന് നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർ. സത്യസന്ധത എപ്പോഴും നമ്മെ നയിക്കുന്നത് നന്മയിലേക്കാണ്. സത്യസന്ധത മുറുകെ പിടിക്കുക വഴി അല്ലാഹു രക്ഷപ്പെടുത്തിയ എത്രയോ ആളുകളുണ്ട്. അവർക്കല്ലാഹു സമാധാനത്തിൻ്റെ മാർഗം തുറന്നു കൊടുക്കുകയും അവരെ ആശ്വാസത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വാക്കിലും പ്രവൃത്തിയിലും എല്ലാ സാഹചര്യങ്ങളിലും സത്യസന്ധതയെ മുറുകെ പിടിക്കുക. അവകാശങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നത് ജീവിതത്തിലെ പരമപ്രധാനമായ ബാധ്യതയാണെന്ന് നമ്മുടെ സ്വന്തം ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അക്രമം ഇരുട്ടായിരിക്കും. നാം അക്രമത്തിൻ്റെ വഴി പിന്തുടരുമ്പോൾ വിജയത്തിൻ്റെ രക്ഷയുടെ വഴികളാണ് നാം അടച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമി ഒരിക്കലും വിജയിക്കുകയുമില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ സമൂഹത്തെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ട് നാം അക്രമത്തെ സൂക്ഷിക്കുക. കാരണം അക്രമത്തിൻ്റെ അന്ത്യം അതിഭയാനകമായിരിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ജീവിതത്തിൽ നാം പറഞ്ഞു വയ്ക്കുന്ന നല്ല വാക്കുകൾ എന്നെന്നും നിലനിൽക്കുകയും അതിൻ്റെ ഫലം അതിമനോഹരമായിരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ. ഒരു നല്ല വാക്ക് നാം നൽകുന്ന മഹത്തായ ദാനമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. കേവലമായ ഒരു നല്ല വാക്കുകൊണ്ട് എത്രയെത്ര ഹൃദയങ്ങൾക്കാണ് സന്തോഷം കൈവരിക്കാനായത്, എത്ര മനുഷ്യർക്കാണ് അത് പ്രചോദനമായത്. പ്രതിസന്ധികളുടെ എത്രയെത്ര തീജ്വാലകളെയാണ് അത് കെടുത്തിക്കളഞ്ഞത്. മാത്രമല്ല, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വെളിച്ചം അത് പരത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം നല്ല വാക്കുകളുടെ ആളുകളാവുക. നമ്മുടെ മജ്ലിസുകളെ നല്ല വാക്കിനാൽ സുന്ദരമാക്കുക. സത്യവിശ്വാസികളെ, മറ്റുള്ളവരുടെ ജീവിത കഥകൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കുന്നു എന്ന് നമ്മുടെ തന്നെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഗതകാല സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞു തരിക എന്നത്
ഖുർആനിൻ്റെ രീതിയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. കഴിഞ്ഞകാല സമൂഹങ്ങളുടെ ചരിത്ര കഥകളിൽ ബുദ്ധിശാലികൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മെക്കാൾ മുതിർന്നവരുടെ ജീവിതങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. കാരണം അവർ ജീവിതത്തിൻ്റെ ഉസ്താദുമാരാണ്. ജീവിതത്തിലെ പാഠങ്ങളും ഉപദേശങ്ങളും അവർ നേടിയെടുക്കുകയും അനുഭവങ്ങൾ അവരെ കടഞ്ഞെടുക്കുകയും ചെയ്തു. അനുഭവങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ. ഇനി അത്തരം അനുഭവങ്ങൾ അദ്വിതീയനായ ഒരു നേതാവിൻ്റെ ജീവിതത്തിൽ നിന്നാണെങ്കിൽ അത് നമുക്ക് ജീവിതത്തിലെ യുക്തിമതിത്വത്തിൻ്റെയും ഹിക്മത്തിൻ്റെയും വലിയ മുതൽക്കൂട്ടാണ് സമ്മാനിക്കുക. ഈ മഹത്തായ രാജ്യത്ത് അനുഗ്രഹീതമായ ഒരു നേതൃനിരയെക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിലൂടെ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളും പാഠങ്ങളും അള്ളാഹു നമുക്ക് ഒരുമിപ്പിച്ചു തന്നു. ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി സ്വാഹിബുസ്സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റഅഹുല്ലാ അല്ലമത്നിൽ ഹയാ, ജീവിതമെന്നെ എന്തു പഠിപ്പിച്ചു എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രാവർത്തികമാക്കാവുന്ന അത്യുന്നതമായ മൂല്യങ്ങളുടെയും അനുഭവങ്ങളുടെയും സമാഹാരമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, രാജ്യമെന്നാൽ ഒരു വലിയ ടീമാണ്. അതേസമയം ഒരു വലിയ ടീം അതിലെ മികവുറ്റ അംഗങ്ങൾക്ക് ഒരു രാജ്യവുമാണ്. ഇതൊരു മഹത്തായ മൂല്യമാണ്. നമ്മുടെ കർമ്മങ്ങളിലൂടെ സമർപ്പണങ്ങളിലൂടെ നാം ഈ മൂല്യത്തിന് കരുത്തു പകരുന്നു. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രതിഫലേച്ഛയില്ലാതെ മഹത്തായ മൂല്യങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കാളികളാവാനാവും. കാരണം ആളുകൾ വരും പോകും, രാജ്യം നിലനിൽക്കും. രാജ്യത്തിന് പ്രതിഫലേച്ഛയില്ലാതെ നാം നൽകിക്കൊണ്ടിരിക്കണം. കാരണം രാജ്യം എപ്പോഴും നമുക്ക് നൽകുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ട് രാജ്യമാണ് ഒന്നാമതായും അവസാനമായും എപ്പോഴും. സത്യവിശ്വാസികളെ, നാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അങ്ങനെ ഭാവി ജീവിതത്തിനു വേണ്ട ഊർജം നാം സംഭരിക്കുക. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം ഓരോ പ്രതിസന്ധികളിൽ നിന്നും അവസരങ്ങളെ സൃഷ്ടിക്കുന്നവരാവുന്നത്, ഓരോ നിർണായക ഘട്ടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരാവുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.